കേരള പോലീസിന്റെ പ്രൊജക്ട് ഹോപ്പ് എന്ന പദ്ധതിയിലൂടെ SSLC ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഹിന്ദിയിലെ കഹാനി സാമ്രാട്ട് എന്നറിയപ്പെടുന്ന മുൻഷി പ്രേംചന്ദ് എഴുതിയ ഒരു മനോഹരമായ കഥയാണ്. ടാക്കൂർ കെ കുവാം, ടാക്കൂറിന്റെ കിണർ. മുൻഷി പ്രേംചന്ദ് തന്റെ എല്ലാ കഥകളിലൂടെയും സമൂഹത്തിന്റെ ഉച്ചനീചത്വങ്ങളെ വരച്ചു കാണിക്കാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. സമൂഹത്തിൽ വളരെ താഴേക്കിടയിലുള്ള ആളുകൾ എപ്പോഴും അടിച്ചമർത്തപ്പെടുകയും സമ്പന്നവർഗം എന്ത് തരത്തിലുള്ള കൊള്ളരുതായ്മ കാണിച്ചാലും എല്ലാ നിയമം ഉൾപ്പെടെയുള്ള എല്ലാവരും കണ്ണും കെട്ടി അതിന് ഒത്താശ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് പ്രേംചന്ദ് പറഞ്ഞു നൽകുന്നത്. ജോക്കു എന്ന് പറയുന്ന വ്യക്തി തൻ്റെ കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ട് ഭാര്യയായിട്ടുള്ള ഗംഗയോട് പറയുകയാണ്, ഗംഗി, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, നീ എനിക്ക് ഇത്തിരി വെള്ളം ഇങ്ങെടുത്ത് തരൂ. ഗംഗി അപ്പോൾ മൊന്തയിൽ കരുതിയിരുന്ന വെള്ളം ഭർത്താവിന് നേർക്ക് നീട്ടുകയാണ്. ഭർത്താവ് ആ വെള്ളം ഒന്ന് മണത്ത് നോക്കുമ്പോൾ, കുടിക്കുവാനായി ഭാവിക്കുന്ന വേളയിൽ അതൊന്ന് മണത്ത് നോക്കുമ്പോൾ അതിന് വല്ലാത്ത ദുർഗന്ധ, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ദുർഗന്ധം ആയപ്പോഴ് എന്ത് ചെയ്തു? പറഞ്ഞു, കുടിക്കേണ്ട, അത് ഞാൻ വേറെ വെള്ളം എടുത്തുകൊണ്ട് തരാന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. തൊട്ടടുത്ത് ടാക്കൂറിന്റെയും ജോക്കുവിന്റെയും കിണറ്റിൽ പോയി വേണം വെള്ളം എടുക്കാനായിട്ട്. അവിടെ പോയി വെള്ളം എടുക്കുന്നതിന് പ്രത്യേകം പൈസ കൊടുക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ ആളുകൾ, സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകൾ, അത് മാത്രവുമല്ല മറ്റുള്ള സമൂഹത്തിലെ ഉയർന്ന ആളുകൾ അവിടെ വെള്ളം എടുക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഈ താഴേക്കിടയിലുള്ളവരെ കാണുന്നത് പോലും അവിടെ അയിത്തമാണ്, ഉച്ച നീചത്വമാണ്. അങ്ങനെയുള്ള അവസ്ഥ ഭാര്യ തന്നെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ നമ്മൾ കോരിയ വെള്ളത്തിനകത്ത് വല്ല ഏതെങ്കിലും മൃഗങ്ങൾ ചത്ത് കിടന്നിട്ടുണ്ടാവാം, അതുകൊണ്ടാവാം ഈ വെള്ളത്തിനും ഈ വല്ലാത്ത ദുർഗന്ധം വന്നത് എന്ന് പറയുന്നു. ഞാൻ പോയിട്ട് ഒന്നുകിൽ ടാക്കൂറിന്റെയോ അല്ലെങ്കിൽ ജോക്കുവിന്റെയോ വീട്ടിൽ പോയി അല്ലെങ്കിൽ അതിന്റെ കിണറ്റിൽ പോയി ആരും ഇല്ലാത്ത സമയം നോക്കി അല്പം വെള്ളം കോരിക്കൊണ്ട് വരാം എന്ന് ആരോട് പറയുന്നു? നമ്മുടെ ഗംഗി ജോക്കുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ജോക്കുവിന്റെ കിണറ്റിലല്ല, സാഹുവിന്റെ കിണറ്റിൻ്റെ പോയി വെള്ളം കോരിക്കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനെ അവര് ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ നീ പോകണ്ട, ഞാൻ ഈ വെള്ളം കുടിച്ചോളാന്ന് പറഞ്ഞു. അത് ശരിയാവില്ല. കാരണം വെള്ളം, ദുർഗന്ധം വമിക്കുന്ന വെള്ളം കുടിച്ചാൽ അസുഖം വീണ്ടും വർദ്ധിക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഞാൻ പോയി എന്ത് ചെയ്തോളാം, കോരിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗി ടാക്കൂറിന്റെ കിണറിന്റെ സമീപത്തെത്തുന്നു. ടാക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണ്. അയാള് ആരെങ്കിലും ഉപദ്രവിച്ചാലോ ആരെങ്കിലും ഒരാളെ കൊന്നാലോ ഒന്നും കേസെടുക്കത്തില്ല. കേസെടുക്കാൻ മടിയാണ്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന തത്വം അത് തന്നെ. അപ്പൊ ഇയാളുടെ പണത്തിന്റെ പേരിൽ അയാൾ അവിടെ ജന്മിയായിട്ട് വാഴുകയാണ്. പക്ഷെ പാവപ്പെട്ടവർക്ക് അവിടെ എന്തെങ്കിലും ആശ്രയം ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു അല്പം ജലം എടുക്കാൻ പോലും അവർക്ക് അവകാശം ഇല്ലാതിരിക്കുകയാണ്. ഗംഗി അവിടെ ചെന്നപ്പോഴ് ഈ ടാക്കൂറിന്റെ കിണറിന്റെ അടുത്ത് രണ്ടുപേര് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അവര് പരസ്പരം ഇങ്ങോട്ട് പരാതിയും പറയുന്നുണ്ട്. ഇയാളുടെ വീട്ടിൽ കിടന്ന് രാപകലില്ലാതെ കഷ്ടപ്പെട്ടാലും ഒരു നന്ദി പോലും ഇല്ലാത്ത മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്നതും എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് തന്നെയായാലും കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ രണ്ടുപേരും കൂടി വെള്ളം കോരിയിട്ട് പോയി. അവസാനം കുറ്റിക്കാടിന്റെ ഇടയിൽ നിന്നും മറഞ്ഞിരുന്ന ആ ഗംഗി വെള്ളം കോരാനായിട്ട് വീണ്ടും ഇരുട്ട് വാക്ക് നോക്കി അവിടെ എത്തിച്ചേർന്നു. അപ്പോഴേക്കും ടാക്കൂറിന്റെ വീട്ടിലെ കതവുകളെല്ലാം അടഞ്ഞു കഴിഞ്ഞിരുന്നു. ആ പ്രദേശമാകെ വിജനമായി തീർന്നിരുന്നു.
അവിടെ ആരും ഇല്ല എന്ന് മനസ്സിലാക്കി ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? കിണറിന്റെ കരയിലേക്ക് കാലെടുത്ത് വെച്ചു. എന്നിട്ട് പതുക്കെ അവർ എന്ത് ചെയ്തു? ഈ കിണറിലേക്ക് തൊട്ടി കെട്ടി ഇറക്കി വെള്ളം അതിവേഗതയില്, അവരുടെ കൈകൾക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് പോലും തോന്നാത്ത രീതിയിൽ അത്രയ്ക്ക് വേഗതയിൽ എന്ത് ചെയ്യും? വെള്ളം കോരിയെടുക്കുകയാണ്. പെട്ടെന്ന് ഠാക്കൂറിന്റെ വീടിന്റെ ലൈറ്റ് തെളിയുകയാണ്. കിണറിന്റെ വക്കോളം സ്വന്തം കൈപ്പിടിയിലെത്തിയ ആ തൊട്ടി അതാ അവരെടുത്ത് താഴെ ഇട്ടിട്ട് കയ്യിലുണ്ടായിരുന്ന വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടവും എടുത്ത് കിണറിനകത്തേക്ക് ഇട്ടിട്ട് അവര് ഓടി രക്ഷപ്പെടുകയാണ്. കാരണം ഠാക്കൂർ കണ്ടാൽ എന്ത് സംഭവിക്കും? അല്പം വെള്ളം കോരിയതിന്റെ പേരിൽ ഇവരെ തല്ലിക്കൊല്ലും. ഗംഗി ഓടി സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ദാഹം കൊണ്ട് വലഞ്ഞ ആ ഭർത്താവ് ആ ദുർഗന്ധം വമിക്കുന്ന വെള്ളം തന്നെ കുടിക്കുകയാണ്. ജോക്ക് ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, എന്താ ഞാൻ ഇന്നകണക്ക് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പം അവിടുന്ന് ആളുകൾ കണ്ട് ഞാൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതാണെന്ന് പറഞ്ഞു. ഇവിടെ സമൂഹത്തിലെ അധകൃത വർഗം അല്ലെങ്കിൽ സാധാരണ വർഗം അല്ലെങ്കിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ അവസ്ഥയാണ് ഇവിടെ കഥാകാരനായ മുൻഷി പ്രേംചന്ദ് നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ കഥയുടെ മൊത്തത്തിലുള്ള ഇതിവൃത്തം. 2 ചോദ്യങ്ങൾ ഇതിൽ നിന്നുണ്ട്. ഒന്ന് ഒരു ഡയറി, ഒന്ന് ഒരു വാർത്താലാപ്. ദാറ്റ്സ് ഓൾ. അതോടുകൂടി നമ്മുടെ ആ പാഠവും തീരും. ഗംഗി और जोकू के बीच में संभवित वार्तालाप കൽപ്പന करके लिखो. ഗംഗിയും ജോക്കുമായിട്ട് നടന്നിട്ടുള്ള ബീച്ചുമേയും ഇടയിൽ നടന്നിട്ടുള്ള വാർത്താലാപ് സംഭാഷണം കൽപ്പന करके लिखो സങ്കല്പിച്ചെഴുതുക. നമ്മൾ ഇന്നത്തെ ദിവസം ഇതുവരെയും നമ്മൾ പഠിച്ചു നിർത്തിയത് ഒരു പോസ്റ്റർ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചു, 4 മാർക്കിൻ്റെത്. കത്ത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു, 4 മാർക്കിൻ്റെത്. ടിപ്പണി ഒരെണ്ണം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 4 മാർക്കിൻ്റെത്. അപ്പൊ 4 + 4 + 4 12 മാർക്ക്. ഒരു വേഡ് പിരമിഡ് പഠിപ്പിച്ചിട്ടുണ്ട്, 2 മാർക്കിൻ്റെത്. അപ്പൊ 12 + 2 = 14 മാർക്ക് വരെയുള്ള സംഭവമാണ് നമ്മളിപ്പം പഠിച്ചു നിർത്തിയത്. ഇനി മറ്റൊരു 4 മാർക്കിൻ്റെതാണ് അതാ ഇപ്പൊ പഠിച്ചു നിർത്തുന്നത്. 14 + 4 = 18 മാർക്ക്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. വാർത്താലാപ് ഇങ്ങനെ തുടങ്ങിയാണ്. നിങ്ങൾ എന്താ ഈ കാണിക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ ജോക്കു പറഞ്ഞു, കടേ ഭർ പാനി മിലാ ഹൈ ക്യാ? എന്താ കുടം നിറച്ച് വെള്ളം കിട്ടിയോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ഗംഗി വിഷമത്തോട് പറഞ്ഞു, നഹീം, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ജോക്ക് പറഞ്ഞു, മൈനെ പഹലെ ഹി ബതായ ഹേന, ഞാൻ നിന്നോട് പഹലെ ഹി ബതായ ഹേന. പഹലെ എന്ന് പറഞ്ഞ എന്താ? ആദ്യം മുതലേ തന്നെ ബതായ പറഞ്ഞിട്ടില്ലേ, ബതായ ഹേന പറഞ്ഞിട്ടില്ലേ. മുച്ചേ മാലും ദാക്കി നഹീ മിലേഗി, എനിക്കറിയാമായിരുന്നു അത് കിട്ടുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. നീ ഇവിടുന്ന് വെള്ളം എടുക്കാൻ പോയാലും അത് കിട്ടുകയില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടെ പറയാം. ഗംഗി പറയുകയാണ്, ആപ് ക്യാ കർ രഹേ ഹേ, നിങ്ങൾ എന്താ ഈ കാണിക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ ജോക്കു പറഞ്ഞു, ഗഡേ ഭർ പാനി മിലാ ഹേ ക്യാ? നീ പോയിട്ട് നിനക്ക് വെള്ളം കിട്ടിയോ എന്ന് ചോദിച്ചു. ഗംഗി പറഞ്ഞു, നഹീം, ഇല്ല, കിട്ടിയില്ല. ജോക്കു പറഞ്ഞു, മൈനെ പഹലെ ഹി, ഞാൻ ആദ്യമേ തന്നെ ബതായ പറഞ്ഞില്ലേ, ഹേന പറഞ്ഞില്ലേ. മുച്ചെ മാലൂം ദാക്കി, എനിക്ക് അറിയാമായിരുന്നു. കി എന്തെന്നാൽ നഹീ മിലേഗി, പാനി നഹീ മിലേഗി, വെള്ളം കിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പൊ ഗംഗി പറഞ്ഞു, കുയേ കെ പാസ് കോയി നഹീ ദി, ഞാൻ ചെന്നപ്പോ കിണറ്റിന്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. തോ മൈ സീതേ വഹാ പഹൂജി, അതുകൊണ്ട് തന്നെ ഞാൻ നേരെ അങ്ങ് കിണറ്റിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ ജോക്ക് പറഞ്ഞു, തോ ക്യാ ഹുവാ, എന്നിട്ട് എന്ത് സംഭവിച്ചു? പറഞ്ഞു, ദോ മഹിളായെ കുയേ സെ പാനി ലേനെ കെ ബാദ് വഹാ പഹുഞ്ച് ഗയി.
2 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അവര് കിണറ്റിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് പോയതിനു ശേഷം ഞാൻ അവിടെ എത്തിച്ചേർന്നു. പാനി ലേത്തെ സമയ ദർവാസ ഖുലാക്കർ ഠാക്കൂർ ആയ, ഞാൻ വെള്ളം എടുക്കാൻ തുടങ്ങിയതും ദർവാസ ഖുലാക്കർ, വാതിലും തുറന്നിട്ട് ദാ വരുന്നു ആ കാട്ടാളൻ. ആരാ? ഠാക്കൂർ. ഠാക്കൂർ അതാ വരുന്നു. അതാണ് ദർവാസ ഖുലാക്കർ ഠാക്കൂർ ആയ, വാതിലും തുറന്ന് ആര് വന്നു? ഠാക്കൂർ വന്നു. ജോക്കു ഉസ്നെ ക്യാ ക്യാ? ജോക്കു ഉസ്നെ ക്യാ ക്യാ? അപ്പൊ അയാൾ എന്ത് ചെയ്തു? അപ്പം ഗംഗി പറയുകയാണ്, ബൈസെ ഹാത്ത് സേ രസി ചൂട്ട് ഗയി, ഭയം കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് രസി, കയറില്ലേ, അതങ്ങ് താഴെ വീണു. ഔർ കടാ പാനി മേ ഗിര, അതുകൂടാതോ ഞാൻ എടുക്കാനായിട്ട് പോയ കുടം ഉണ്ടല്ലോ, കുടം, അതും കൂടി അങ്ങ് താഴെ വെള്ളത്തിൽ വീണു. ഠാക്കൂർ കെ ആവാസ് സുൻകർ മേ വഹാം സേ കൂദ് കർ ഭാഗ് ഗയി, ഈ ഠാക്കൂറിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഗംഗി പറയുകയാണ്, ഗംഗി ചോദിക്കുകയാണ് ബൈസെ ഘാത്സെ, ഗംഗി പറയുകയാണ്, അതിന്റെ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ബൈസെ ഹാത്ത് രസി ചൂട്ട് ഗയി, ഭയം കൊണ്ട് ഹാത്ത് സേ കയ്യിൽ നിന്നും രസി കയറ് ചൂട്ട് ഗയി താഴേക്ക് വീണു. ഓർ അത് കൂടാതെ ഖട കുടമാണെങ്കിലോ പാനിമേ ഗിര, വെള്ളത്തിൽ അങ്ങ് വീണും പോയി. ഠാക്കൂർ കെ ആവാസ് സുൻകർ, ഠാക്കൂറിന്റെ ശബ്ദം കേട്ടിട്ട് മൈ വഹാം സേ കൂദ് കർ ഭാഗ് ഗയി, ഞാൻ അവിടെ നിന്നും കൂദ് കർ ഭാഗ് ഗയി എന്ന് പറഞ്ഞെന്താ? കുതിച്ചോടി പോവുക എന്നുള്ളതാണ്. അപ്പം ജോക്കു പറയുകയാണ്, ഹേ ഭഗവാൻ ഹമേ ശുദ്ധ പാനി പീനെ കാ അധികാർ ഹി നഹീ ഹൈ. ഹേ ഭഗവാൻ, അല്ലയോ ദൈവമേ, എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശുദ്ധമായ വെള്ളം പോലും കുടിക്കാനുള്ള അധികാരം ഈ ഭൂമിയിലില്ലേ? മനസ്സിലായോ? എന്നൂടെ പറയാം. ഹേ ഭഗവാൻ, അല്ലയോ ഭഗവാൻ, ഹമേം ഞങ്ങൾക്ക് ശുദ്ധ പാനി പീനേമേം, ശുദ്ധമായ വെള്ളം കുടിക്കുന്നതിനുള്ള അധികാർ ഹി നഹീ ഹൈ, അധികാരം കൂടി ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ആ വാർത്താലാപം ഇവിടെ തീർന്നു. ഇപ്പൊ നിങ്ങൾ എത്ര മാർക്കിന്റെ കാര്യങ്ങളാണ് ഇതുവരെയുള്ള ആ ക്ലാസ്സുകളിലൂടെ പഠിച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. പോസ്റ്റർ 4 മാർക്ക്, കത്ത് 4 മാർക്ക്, ടിപ്പണി 4 മാർക്ക്, 2 മാർക്കിന്റെ വേട് പിരമിഡും പഠിച്ചു. അപ്പൊ ടോട്ടലി 14 മാർക്കിന്റെ കാര്യങ്ങളായിട്ടുണ്ട്. വാർത്താലാപൂടെ ആയപ്പോഴത്തേക്ക് 12, 14, 18 മാർക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക്. ഓക്കെ, പഠിക്കുക എന്നുള്ളത് മാത്രം, സെലക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരിത്തിരി ഗ്രാമർ ഭാഗത്തിലേക്കൂടെ ഒന്ന് പോയാലോ? അപ്പൊ ഈ വാർത്താലാപ് വളരെ പ്രധാനപ്പെട്ടതാണ്. 4 മാർക്കിനും ചോദിക്കുന്നതാണ്. വാർത്താലാപ്, ഡയറി, കത്ത്, പോസ്റ്റർ, പിരമിഡ്, ഇത്രയായി. ഇനി ഡയറി മാത്രമേ ഉള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരും. അതിനു മുമ്പ് നമുക്കൊരു ഇത്തിരി ഗ്രാമർ ഭാഗം ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഉസ്നെ ഹിന്ദി പഠി. മലയാള ഭാഷയിലും ഹിന്ദി ഭാഷയിലും ഒരുപോലെയാണ് ഗ്രാമർ വരുന്നത്. കർത്താവ്, കർമ്മം, ക്രിയ, ക ക ക്രി, കറി അല്ല, ക ക ക്രി, കർത്താവ്, കർമ്മം, ക്രിയ. ഓക്കെ, ദാ ഉസ്നെ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. ഹിന്ദി എന്ന് പറയുന്ന വാക്ക് കർമ്മമാണ്. പഠി എന്ന് പറയുന്ന വാക്ക് ക്രിയയാണ്. അത് മലയാളത്തിലും ഹിന്ദിയിലും ഒരുപോലെയാണ് വന്നെന്ന് പറഞ്ഞു. അവൻ, ഉസ്നെ അവൻ, ഹിന്ദി കർമ്മം, പഠി പഠിച്ചു, ക്രിയ. കണ്ടല്ലോ? എന്നാൽ ഇത് നേരെ ഇംഗ്ലീഷിൽ പോയി കഴിഞ്ഞാൽ കക്രിക, കർത്താവ്, ക്രിയ, കർമ്മം. ഓക്കെ, ഉസ്നെ എന്നുള്ളതിന് നമ്മൾ എന്ത് പറയുന്നു? ഹീസ് സ്റ്റഡിങ് ഹിന്ദി. ഓക്കെ, അവൻ പഠിക്കുന്നു ഹിന്ദി എന്നായി. അവൻ ഹിന്ദി പഠിക്കുന്നു എന്നുള്ളതാണ് മലയാളത്തിൽ ഹിന്ദിയിൽ എഴുതിയെങ്കിൽ ഇംഗ്ലീഷിലാവുമ്പോൾ അവൻ പഠിക്കുന്നു ഹിന്ദി എന്നായി.
കർത്താവ് കഴിഞ്ഞാൽ വന്നത് എന്താ? ക്രിയയാണ്. അതിനുശേഷമാണ് കർമ്മം വന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് മറ്റൊന്നുമല്ല, ഈ തന്നിരിക്കുന്ന സെന്റൻസ് എഴുതിയതിനു ശേഷം അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സെന്റൻസ് എഴുതിയതിനു ശേഷം അടിവര ഇട്ടിട്ട് ചോദിക്കും, രേഖാങ്കിത ശബ്ദ സേ സർവനാം और प्रत्यय अलग करके लिखो എന്ന് വെച്ചാൽ എന്താ? രേഖാങ്കിത ശബ്ദ സേ അടിവര ഇട്ടിരിക്കുന്ന വാക്കിൽ നിന്നും സർവനാം और പ്രത്യയ, സർവനാമവും പ്രത്യയവും വേറെ വേറെ ആക്കി എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ എന്താണ് സർവനാമമെന്ന്, എന്താണ് പ്രത്യയമെന്ന്. ഒന്ന് പറഞ്ഞു തരാം, എല്ലാവരും ജസ്റ്റ് കേട്ട് ഇരുന്നോളൂ. എന്തെങ്കിലും ഡൗട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നാൽ നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാൻ എപ്പോഴും സന്നദ്ധനാണ്. ഉസ്നെ എന്ന് പറയുന്ന വാക്കിൽ കർത്താവ് ഉണ്ട്, അതുപോലെ തന്നെ പ്രത്യയമുണ്ട്. സർവനാമമുണ്ട്, പ്രത്യയമുണ്ട്. അപ്പൊ സർവനാമം പറയുന്നതിന് തൊട്ടു മുമ്പായിട്ട് നാമം എന്താണെന്ന് പറയണം. നിങ്ങൾ 5ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഇതെല്ലാം. എങ്കിലും പരീക്ഷയ്ക്ക് 1 മാർക്കിൻ്റെതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയോ പേരായ ശബ്ദത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നാമം എന്ന് വിളിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പേനയാണ്, ഇത് നാമമാണ്. പേന നാമമാണ്. എൻ്റെ പേര് അരുൺ, ഓക്കെ, നാമമാണ്. ഇത് സ്ഥലത്തിന്റെ പേര് സ്കൂൾ, നാമമാണ്. ഓക്കെ, ഈ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണോ അതിനെയാണ് നമ്മൾ സർവനാമം എന്ന് വിളിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് പേനയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതേ പേനയെ കുറിച്ച് തന്നെ ഞാൻ പറയാണ്, ഇത് നീല നിറമാണ്. ഏതാണ് നീല നിറം എന്ന് പറഞ്ഞത്? പേന. ഓക്കെ, പക്ഷെ രണ്ടാമത് ഞാൻ പറഞ്ഞപ്പോ പേന നീല നിറം എന്ന് പറഞ്ഞോ? ഇല്ലാലോ. പറഞ്ഞോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പേനയ്ക്ക് പകരമായിട്ട് ഉപയോഗിച്ച പദം സർവനാമം. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ നിങ്ങളുടെ ഹിന്ദി സാറാണ്. ഞാൻ എൻ്റെ പേര് ഞാൻ പറഞ്ഞുവോ അവിടെ? ഇല്ല അല്ലേ? ഞാൻ നിങ്ങളുടെ ഹിന്ദി അധ്യാപകനാണ്, അങ്ങനെയല്ലേ പറഞ്ഞത്? എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. സ്കൂൾ, സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഈ സ്ഥലമാണ് സ്കൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നാളെ നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് ഹിന്ദിയുടേതാണ് എന്ന് പറയുന്നതിന് പകരമായിട്ട് ഇങ്ങനെ പറഞ്ഞേ, നാളെ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഹിന്ദിയുടേതാണ്. ഓക്കെ, അപ്പൊ ഈ നാമത്തിന് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പേന എന്ന് പറയുന്ന നാമമായിരുന്നു, എൻ്റെ പേര് നാമമായിരുന്നു, ഈ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് നാമമായിരുന്നു. ഈ ഇതിന് പകരമായിട്ട് ഉപയോഗിച്ച പദം ഏതോ അതിനെ സർവനാമം എന്ന് വിളിക്കുന്നു. ഹിന്ദിയിൽ സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ എഴുതി വയ്ക്കാം, ശ്രദ്ധിച്ച് കണ്ടോളൂ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഇത്രയും വാക്കുകളാണ് സർവനാമങ്ങൾ എന്ന് വിളിക്കുന്നത്. നാമത്തിന് പകരമായിട്ട് വഹ്, അവൻ, അവൾ, അത്, ആ എന്നിവയാണ് വാക്കിന്റെ അർത്ഥം. യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ, ഇവൾ, ഇത്, ഈ എന്നിങ്ങനെയാണ്. അതേപോലെ തന്നെ വേ എന്ന് പറഞ്ഞാൽ അവർ, അദ്ദേഹം, അവ എന്നിങ്ങനെയാണ് അർത്ഥം. ഏ എന്ന് പറഞ്ഞാലോ ഇവർ, ഇദ്ദേഹം, ഇവ എന്നുമാണ്. ഓക്കെ, ഇനി തു, നീ, തും, നിങ്ങൾ, ഹം, ഞങ്ങൾ, ആപ്, താങ്കൾ, മായും, ഞാൻ. ജോ എന്ന് പറഞ്ഞാൽ ഏതൊരുവൻ അല്ലെങ്കിൽ ഏതൊരുവൾ എന്നാണ്. കോയി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമോ ആരോ അല്ലെങ്കിൽ ഏതോ എന്നിങ്ങനെയുമാണ്. ഇത് കൂടാതെ കുറച്ച് ചോദ്യ പദങ്ങൾ കൂടിയുണ്ട്. കോൻ, ആര്, ക്യാ, എന്ത്,
കബ് എപ്പോൾ, കഹാം എവിടെ. അപ്പൊ ഇത് കൂടാതെ ഇതും കൂടിയുണ്ട്. കോൺ ആര്, ക്യാ എന്ത്, കബ് എപ്പോൾ, കഹാം എവിടെ, കൈസ എങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യ പദങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ സർവനാമങ്ങളോടൊപ്പം പ്രത്യയങ്ങൾ കൂടി ചേരുമ്പോൾ 1 മാർക്ക് നമ്മുടെ കിട്ടും. ഇപ്പം ഈ തന്നിരിക്കുന്നതിനകത്ത് ഒസ്നെ എന്ന് പറഞ്ഞാൽ എന്തിനോടൊപ്പം എന്ത് ചേർന്ന് വരുമ്പോഴാണ് ഒസ്നെ എന്ന വാക്ക് എത്തുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിനുമുമ്പ് പ്രത്യയങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേക്കാം. 9 പ്രത്യയങ്ങൾ ഹിന്ദിയിലുണ്ട്. നേ, കോ, സേ, കാ, കെ, കി, മേ, पर के लिए. ने, को, से, का, के, की, में, पर के लिए. ഈ ഓരോ പ്രത്യയങ്ങൾക്ക് അർത്ഥം കൂടിയുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചേക്കാം, ഒന്ന് കേൾക്കാൻ വേണ്ടി മാത്രം. കാണാതെ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. നെ എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. കോ എന്ന് പറഞ്ഞാൽ 3 അർത്ഥങ്ങളുണ്ട്. ഇക്ക് എന്ന അർത്ഥമുണ്ട്, ഇന് എന്ന അർത്ഥമുണ്ട്, ഏ എന്നും അർത്ഥമുണ്ട്. സേ എന്ന് പറഞ്ഞാൽ കുറെ അർത്ഥമുണ്ട്. ആല്, കാള്, മുതല്, നിന്ന്, കൊണ്ട്, ഓട്. ഇതെല്ലാം ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം. ക, കെ, കി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇന്റെ, ഉടേ, ഉള്ള, ലേ, തേ. ഇന്റെ, ഉടേ, ഉള്ള, ലേ, തേ. ഓക്കെ, ഇത്ര അർത്ഥമാണ് കാക്കേക്കുള്ളത്. മേം എന്ന് പറഞ്ഞാൽ ഇല്ല്, അകത്ത്, ഉള്ളിൽ. ഇല്ലകത്തുള്ളിൽ. ഇല്ല്, അകത്ത്, ഉള്ളിൽ. ഓക്കെ, 3 അർത്ഥങ്ങളാണ് മേമിനുള്ളത്. പർ എന്ന് പറഞ്ഞാൽ പുറത്തല്ലെങ്കിൽ മുകളിൽ എന്നും, കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നുമാണ് അർത്ഥം. ഇത്രയുമാണ് പ്രത്യയങ്ങൾ. ഈ പ്രത്യയങ്ങൾ ഈ സർവനാമങ്ങളോടൊപ്പം ചേരുമ്പോഴാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാവുന്നത്. ഇത് പറയാനാണ് ഇത്രയും നേരം വരെ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തും കൂടി ചേരുമ്പോഴാണ് ഉസ്നെ. അതൊന്നും പറയാം. വഹ് അധികം നേ സമം ഉസ്നെ. അപ്പൊ വഹ് അധികം കാ സമം എന്തുമായിരിക്കും? ഉസ്ക. വഹ് അധികം കീ സമം എന്തുമായിരിക്കും? ഉസ്കി. വഹ് അധികം കേ സമം എന്തായിരിക്കും? ഉസ്കെ. ഓക്കെ, അപ്പൊ ഇനി ഇതിന് ശേഷം ഞാൻ അത് കൂടി ഒന്ന് എഴുതിയിടാം. ഒരു നിയമമാണ് കേട്ടോ. ഒരേ ഒരു മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ വന്നത്. ആ 1 മാർക്കിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞു തന്നത്. 18 + 1 = 19 മാർക്ക്. കണ്ടില്ലേ? വഹ് അധികം നേ സമം ഉസ്നെ, വഹ് അധികം മേം സമം ഉസ്മേം, വഹ് അധികം കാ സമം ഉസ്ക, വഹ് അധികം കീ സമം ഉസ്കി, വഹ് അധികം കേ സമം ഉസ്കെ. പരീക്ഷയ്ക്കുള്ള 1 മാർക്കിന്റെ ചോദ്യമാണ് ഉസ്കി കലം ചീൻ ഗയി. ഉസ്കി കലം ചീൻ ഗയി. അവന്റെ പേന നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവളുടെ പേന നഷ്ടപ്പെട്ടു എന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ താഴെ തന്നിരിക്കുന്നത് ഉസ്കി എന്നുള്ളതിന്റെ അടിയിൽ വരയിട്ടതിന് ശേഷം ഇസ് മേം സേ സർവനാം ഓർ പ്രത്യയ അലഗ് കർക്കെ ലിഖോ. ഇതിൽ നിന്നും സർവനാമവും പ്രത്യയവും വേറെ വേറെയാക്കി എഴുതുവാൻ ചോദിച്ചാൽ ഉസ്കി എന്നല്ലേ എന്തായിരിക്കും ഉണ്ടാവുക ആൻസർ ആയിട്ട്? വഹ് പ്ലസ് കി അല്ലേ? ഇനി ഈ ഉസ്കിയുടെ സ്ഥാനത്ത് ഇസ്കി ആണ് വരുന്നതെങ്കിലോ യഹ് പ്ലസ് കി. ഉൻക ബഹുവചനമാണ്, അതുകൊണ്ടാണ് വേ പ്ലസ് ക, ഉൻക. ഓക്കെ, ഇനി എല്ലാത്തിന്റെ ഓരോ ഉദാഹരണം എഴുതുന്നത് നമുക്ക് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഇത് മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ്. എ അധികം കാ സമം ഇൻക. ഇത് നോക്കൂ,
യഹ് അധികം കി സമം ഇസ്കി ആണ് എങ്കിൽ യഹ് അധികം കാ സമം എന്തായിരിക്കും? ഇസ്ക അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഇത് മനസ്സിലായത് കൊണ്ട് അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഉൻക വേ അധികം ക അവർ, വേ എന്ന് പറഞ്ഞാൽ അവർ, അദ്ദേഹം, അവ. വേ അധികം കാ സമം, വേ അധികം കാ സമം എന്തായിരിക്കും? അവന്റെ എന്നല്ലേ വരത്തുള്ളൂ. അപ്പൊ ഉൻക അദ്ദേഹത്തിന്റെ അല്ലേ, അങ്ങനെ വരും. ഇൻക ഏ അധികം കാ, അപ്പം മൈം അധികം കാ സമം എന്തായിരിക്കും? മൈം പ്ലസ് കാ സമം മേര, തൂ പ്ലസ് കാ സമം തേര, ഹം പ്ലസ് കാ സമം ഹമാര, തും പ്ലസ് കാ സമം തുമാര. ओके, जो प्लस का सम जिसका. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ നിങ്ങളോട്, ഇത് തന്നിരിക്കുന്ന നോട്ട്സുകൾ മാത്രം നിങ്ങൾ കാണാതെ പഠിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 100 ഏകദേശം മാർക്ക് 40 എങ്കിൽ ആ 40 ഏകദേശം 25 മുകളിലുള്ള സ്കോർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? A+ വാങ്ങാൻ ശ്രമിക്കണം. A+ വാങ്ങാൻ ശ്രമിക്കുന്നവനെ A ഗ്രേഡെങ്കിലും കിട്ടത്തുള്ളൂ അല്ലേ? പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ആറ്റിറ്റ്യൂഡ് ഒരു പ്രധാന ഘടകമാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒന്നാമത്തെ പരീക്ഷ അങ്ങോട്ട് ചെന്നിരിക്കുമ്പോഴേ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ എനിക്ക് ഇതിന്റെ ആൻസർ അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ തന്നെ കൊള്ളാതെ എഴുതാൻ പറ്റുള്ളൂ. എന്നാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയപ്പം അറിയില്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറിയാവുന്നതാണ്, അപ്പൊ രണ്ടാമത്തെ ആൻസർ നന്നായിട്ട് എഴുതുക അല്ലേ? അങ്ങനെയല്ലേ വേണ്ടുന്നേ? എന്തിനേയും പോസിറ്റീവായിട്ട് സമീപിക്കുക. കാരണം 8 മാസം അല്ലെ 10 മാസം കൊണ്ട് നമ്മൾ നേടുന്ന അറിവ് പരീക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലമാണ് പരീക്ഷണശാല അല്ലെങ്കിൽ പരീക്ഷാ ഹാൾ അല്ലേ? അപ്പൊ ആ പരീക്ഷാ ഹാളിലുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും അതിനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കാണുക, അതേപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഭയക്കരുത്. അപ്പൊ ഇത് നമ്മളിപ്പോ 1 മാർക്കിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞു തന്നതെന്ന് മനസ്സിലായല്ലോ. ഒരു പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ വാർത്താലാപം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഗ്രാമർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതേ പാഠത്തിനകത്ത് നിന്ന് ഒരു ഡയറി കൂടിയുണ്ട്. ആ ഡയറിയും കൂടി അങ്ങോട്ട് പഠിച്ചാൽ നമ്മളുടെ എല്ലാ ഭാഗവും ഒതുങ്ങിക്കിട്ടും.